നമ്മളപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇടുമ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 20 മുകളിൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, റാഷണൽ ഉൾപ്പെടെ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എയിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ വളരെ ഫലപ്രദമായിരിക്കും. അത് ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ ഇമേജ് നോക്കാം. കുറച്ച് സയൻസാണ് ആദ്യം നമ്മൾ നോക്കാൻ തോന്നുന്നു. ഇമ്പോർട്ടൻറ്റ് സയൻസാണ്. അത് തിയറിറ്റിക്കലായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഇമേജ് ബേസ്ഡ് അല്ലാതെ തന്നെ. അപ്പം ഹൊമാൻ സൈൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഹൊമാൻ സൈൻ ചെക്ക് ചെയ്യുന്നതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ഹൊമാൻ സൈൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, തിയറിയിൽ പഠിച്ചതാണ്. DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം DVT എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെയിൻസിൽ, എസ്പെഷ്യലി നമ്മുടെ കാലിൻ്റെയൊക്കെ ഡീപ്പ് വെയിൻസിൽ ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ് DVT. അപ്പം ഈ ഹൊമാൻ സൈൻ ചെക്ക് ചെയ്യുമ്പം ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഡോർസിഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത്, ഫൂട്ട് ഡോർസിഫ്ലെക്സ് ബാക്കിലോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിൽസിൻ്റെ അവിടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കാലിൻ്റെ ബാക്കിലായിട്ടുള്ള മസിൽസിൽ പെയിനോ ഡിസ്കംഫോർട്ടോ ഉണ്ടാകുകയാണെങ്കിൽ ഹൊമാൻ സൈൻ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ DVT കേസിലും ഹൊമാൻ സൈൻ പോസിറ്റീവ് ആണോന്നില്ല. തിരിച്ച് ഹൊമാൻ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് DVT ഉണ്ടെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റും. അപ്പം കൊടുത്തിരിക്കുന്ന ഇമേജ് ഹൊമാൻ സൈൻ ചെയ്യുന്നതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇമേജ് നോക്കാം. ട്രൊസോസൈൻ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹൈപ്പോ പാരാതൈറോയിഡിസത്തിലും അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഹൈപ്പോ കാൽസീമിയ. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈപ്പോ കാൽസീമിയയിൽ കാണിക്കുന്ന 2 പ്രധാനപ്പെട്ട സൈൻസാണ് ട്രൊസോസൈനും ചോവോസ്റ്റക്സൈനും. കുറച്ചുകൂടെ സ്പെസിഫിസിറ്റി കൂടുതലുള്ള ട്രൊസോസൈനാണ് എന്ന് പറയും. അപ്പോൾ ട്രൊസോസൈൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്ന പോലെ BP കഫ് കെട്ടിയിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുക. തിയറി പറയുന്നത് ഏകദേശം 20 mOf/Hg ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ഒരു 3 to 5 minutes ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ എന്താ പറയുന്നത്, ഇമേജിൽ കൊടുത്തേക്കുന്ന പോലെ കൈ ഇങ്ങനെ ഉള്ളിലോട്ട് ഫ്ലെക്സ് ചെയ്യുന്ന കാണാം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ റിസ്റ്റ്, മെറ്റാകാർപ്പൽ, ഫാലിഞ്ചൽ ജോയിൻറ്റ്സ് ഉള്ളിലോട്ട് ഫ്ലെക്സ് ചെയ്യും. തമ്പ് നോക്കിക്കഴിഞ്ഞാൽ അഡക്റ്റ് ആവുകയും ചെയ്യും, സൈഡിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഫ്ലെക്ഷൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒരു ടിച്ചിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് ട്രൊസോസൈൻ ആണെന്ന്. കാരണം നെർവിൻ്റെ ഇറിറ്റബിലിറ്റി കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈപ്പോകാൽസീമിയയുടെ ലക്ഷണമാണ്, ഒരു പ്രധാനപ്പെട്ട സൈനാണ് ട്രൊസോസൈൻ. അടുത്ത ഇമേജ് ചോവോസ്റ്റക്സൈൻ. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമ്മൾ ട്രൊസോസൈൻ്റെ കൂട്ടത്തിൽ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ചോവോസ്റ്റക്സൈനും. ഹൈപ്പോകാൽസീമിയ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഹൈപ്പോ പാരാതൈറോയിഡിസം പോലുള്ള കണ്ടീഷൻസിൽ എന്ന് വെച്ചാൽ രണ്ടും കണക്റ്റഡ് ആണ്. ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ ഹൈപ്പോകാൽസീമിയ ഉണ്ടാവും. കാണിക്കുന്ന സൈൻസാണ് ഞാൻ പറഞ്ഞ പോലെ ട്രൊസോസൈനും ചോവോസ്റ്റക്സൈനും. ഇത് ചെക്ക് ചെയ്യുന്ന വിധമാണ് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഫേഷ്യൽ നെർവിൽ പോകുന്ന, ഇന്നർവേറ്റ് ചെയ്യുന്ന മസിൽസിനെ ടാപ്പ് ചെയ്യുമ്പം ഒരു റിഫ്ലെക്സ് ഉണ്ടാവും. ആ സെയിം സൈഡിൽ ഒരു ട്വിച്ചിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കൺട്രാക്ഷൻ, മസിൽസിൻ്റെ കൺട്രാക്ഷൻ നമുക്ക് ഉണ്ടാകും. ഇത് അബ്നോർമൽ റിയാക്ഷനായിട്ട് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചെവി, ട്രാക്കസ് ഓഫ് ദി ഇയറിന് മുൻഭാഗത്തുള്ള കാണുന്ന ഫേഷ്യൽ മസിൽസിൽ ടാപ്പ് ചെയ്യുക. ഫിംഗേഴ്സ് കൊണ്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഒന്നുകൂടെ പ്രധാനമായിട്ട് ഈ ചുണ്ടിൻ്റെ സൈഡിലായിട്ടായിരിക്കും ഒരു കൺട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്വിച്ചിങ് കാണാം, ഒരു റിഫ്ലെക്സ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചോവോസ്റ്റക്സൈൻ പോസിറ്റീവ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഹൈപ്പോകാൽസീമിയയുടെ സൈനാണ്. അടുത്ത ഇമേജ് ബ്രുഡസിൻസ്കി സൈൻ. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സൈൻസാണ് മെനിഞ്ചൈറ്റിസിലെ ബ്രുഡസിൻസ്കി സൈനും കെർണിക് സൈനും. ബ്രുഡസിൻസ്കി സൈൻ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇത് സിവിയർ നെക്ക് സ്റ്റിഫ്നെസ് കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ കാണിക്കുന്ന സൈനാണ്. അപ്പം ഈ മെനിഞ്ചിയൽ ഇറിറ്റേഷൻ്റെ 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ബ്രുഡസിൻസ്കി സൈനും കെർണിക് സൈനും നെക്ക് സ്റ്റിഫ്നെസ്സും. അപ്പോൾ നമുക്ക് ഈ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻറ്റിനെ ഇങ്ങനെ കിടത്തിയതിന് ശേഷം നെക്ക് ഫ്ലെക്സ് ചെയ്യുക. നെക്ക് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് ഇൻവോളണ്ടറി ആയിട്ട് ഹിപ്പ്
ഹിപ്പും നീയും ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ ഫ്ലെക്സ് ആയി വരും. ഇൻവോളണ്ടറി ആയിട്ട് ഓർക്കുക, അല്ലെങ്കിൽ പാസീവായിട്ട് തന്നെ. ചുരുക്കി പറഞ്ഞാൽ കഴുത്ത് ഇങ്ങോട്ട് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് കാല് പ്രത്യേകിച്ച് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയും നീയുടെ അവിടെയും 90 ഡിഗ്രിയിൽ തന്നെ പേഷ്യൻ്റ് അറിയാതെ തന്നെ എന്താ പറയുക ഫ്ലെക്സ് ചെയ്യുന്നതിനാണ്. അങ്ങനെ ഫ്ലെക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ബ്രുഡസിൻസ്കി സൈനാണ്. അത് മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണമാണ്. അടുത്ത ഇമേജ് നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ കാര്യമായിട്ട് കണക്ട് ചെയ്തുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ കെർണിക് സൈൻ എന്ന് വെച്ചാൽ ബ്രുഡസിൻസ്കി സൈനുമായിട്ട് കണക്ട് ചെയ്തുള്ളതാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ മെനിഞ്ചിയൽ ഇറിറ്റേഷൻ്റെ ക്ലാസിക്കൽ സൈനാണ്, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിൻ്റെ ക്ലാസിക്കൽ സൈനാണ്. ഇത് ചെയ്യുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഇമേജിൽ കൊടുത്തേക്കുന്ന പോലെ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് കാലിൻ്റെ ഭാഗത്ത്, കഴുത്തല്ല ഫ്ലെക്സ് ചെയ്യേണ്ടത്, കാല് ഒരു 90 ഡിഗ്രിയിൽ എന്ന് വെച്ചാൽ നീസും ഹിപ്പും 90 ഡിഗ്രിയിൽ ഫ്ലെക്സ് ചെയ്തതിന് ശേഷം ബ്ലൂ കളർ കൊടുത്തേക്കുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാല് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുക പേഷ്യനോട്. പെയിൻ കാരണം അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് പോസിറ്റീവ് കെർണിക് സൈന്. ഇതിൻ്റെ കാരണം പറയുന്നത് നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് ഉണ്ടല്ലോ, നമ്മുടെ തൈ ഭാഗത്തെ, ഈ ഹാംസ്ട്രിങ് മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് പറയുന്നത്, മെനിഞ്ചൈറ്റിസിൻ്റെ ഭാഗമായിക്കൊണ്ട്. അടുത്തത് 2 ഇമേജസ് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്, കുള്ളൻ സൈനും ഗ്രേ ടേണർ സൈനും. നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തിട്ടുള്ളതാണിത്. കുള്ളൻ സൈനും ഗ്രേ ടേണർ സൈനും ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ 2 പ്രധാനപ്പെട്ട സൈൻസാണ്. ശരിക്കും പറഞ്ഞാൽ പാങ്ക്രിയാറ്റൈറ്റിസിൽ ഹെമറേജ് ഉണ്ടാകുമ്പോൾ, ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് പെരിട്ടോണിയത്തിലോട്ട്, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പെരിട്ടോണിയത്തിലോട്ടുള്ള ഒരു ബ്ലീഡിങ്ങിൻ്റെ സൈൻസാണ്. നമ്മൾ കാണുന്നോട്ട് അല്ലേ, ഒരു കരിനീൽപ്പാണ്, എക്കൈമോസിസ് അല്ലെങ്കിൽ ബ്രൂയിസസ് എന്ന് പറയും. ഇത് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സൈൻസ് തമ്മിലുള്ള വ്യത്യാസം അത് നോക്കിക്കോണം, ചിലപ്പോൾ ചോദിക്കാം. അത് കുള്ളൻ സൈൻ എന്ന് പറഞ്ഞാൽ ഏകദേശം അംബിലിക്കസിന് എറൗണ്ട് ആയിട്ടായിരിക്കും ഈ ബ്രൂയിസസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എക്കൈമോസിസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കരിനീലിപ്പ് കാണിക്കുന്നത് ഈ അംബിലിക്കസിന് ചുറ്റുമാണെങ്കിൽ അതിനെ കുള്ളൻ സൈൻ എന്നും, ഏകദേശം ഫ്ലാങ്ക് ഭാഗത്തായിട്ട് നമ്മുടെ വയറിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മുടെ കിഡ്നി ഇരിക്കുന്ന ആ സൈഡിലോട്ട് മാറിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്താ പറയുക കരിനീലിപ്പ് വരുന്നത് അല്ലെങ്കിൽ ബ്രൂയിസസ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ ഗ്രേ ടേണർ സൈൻ എന്നും പറയും. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പാങ്ക്രിയാറ്റൈറ്റിസിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് കാണിക്കുന്ന പ്രധാനപ്പെട്ട 2 സൈൻസാണ് കുള്ളൻ സൈനും ഗ്രേ ടേണർ സൈനും. നമുക്കിനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും ഡിവൈസസും ഒക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ഇമേജ് നമുക്കെല്ലാം അറിയാം, നെബുലൈസർ മെഷീനും ഫേസ് മാസ്കുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫേസ് മാസ്കുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലാണ് ഇതിൻ്റെ യൂസ് കൂടുതൽ വരുന്നത്. മെയിനായിട്ട് ആസ്മ, COPD പോലുള്ള കണ്ടീഷൻസിന് അതിൻ്റെ മെഡിക്കേഷൻസ്, എസ്പെഷ്യലി ബ്രോങ്കോഡൈലേറ്റസും മ്യൂക്കോലൈറ്റിക്സും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെബുലൈസർ മെഷീൻ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള മെഡിസിനെ ഇത് മിസ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അത് ഡയറക്റ്റ് ലങ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നെബുലൈസർ മെഷീൻ കൊണ്ടുള്ള യൂസ്. അടുത്ത ഇമേജ് സിറിഞ്ച് പമ്പാണ്. നമുക്കറിയാം എസ്പെഷ്യലി സ്മോൾ ഡോസസിലൊക്കെ മെഡിക്കേഷൻ പോകേണ്ടപ്പോൾ, അതും പ്രിസൈസായിട്ട് പോകേണ്ടപ്പോൾ നമുക്ക് സിറിഞ്ച് പമ്പ് യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 ml/h 4 ml/h ഒക്കെ പോകേണ്ട സമയത്ത് നമുക്ക് സിറിഞ്ച് പമ്പ് യൂസ് ചെയ്തിട്ട് വളരെ പ്രിസൈസായിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ നോറഡ്രിനാലിനും ബൂപ്പിവാക്കൈൻ പോലെയുള്ള ഡ്രഗ്, സർജറിക്ക് ശേഷം പെയിൻ മാനേജ്മെൻറ്റിന്, ഇതൊക്കെ നമ്മൾ സിറിഞ്ച് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചിട്ട് വളരെ കൺട്രോൾഡായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇമേജ് DVT പമ്പ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് കംപ്രഷൻ ഡിവൈസ് എന്നും പറയും. പേരിൽ തന്നെ ഉണ്ടല്ലേ, DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ്. നമുക്കറിയാം DVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ പൾമോണറി എംബോളിസം ആണ്, ലൈഫ് ത്രെട്ടണിങ് ആണ്. സോ എസ്പെഷ്യലി സർജറി കഴിഞ്ഞ പേഷ്യൻസിലും ബെഡ് റിഡൻ പേഷ്യൻസിലും ഒക്കെ എന്താ പറയുന്നത്, ഡീപ്പ് വെയിൻസിൽ ഉള്ളിൽ ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ പറയുന്നത്, സർക്കുലേഷൻ കോംപ്രമൈസ്ഡ് ആയതുകൊണ്ട്, എസ്പെഷ്യലി ലോവർ ലിംസിൻ്റെ വീനസ് സർക്കുലേഷൻ. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് തന്നെ ഉണ്ട്, ന്യൂമാറ്റിക് കംപ്രഷൻ ഡിവൈസ്. എയർ എന്ന് വെച്ചാൽ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും, എയർ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും, പ്രഷർ ഡെലിവറി ചെയ്യും. ഈ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് വീനസ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും, ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയ്ക്കും. സോ അതാണ് DVT പമ്പിൻ്റെ പ്രധാനപ്പെട്ട യൂസ്. അടുത്ത ഇമേജ് കൊടുത്തിരിക്കുന്നത് ഒരു പോർട്ടബിൾ സക്ഷൻ മെഷീൻ്റെ ആണ് അല്ലേ. അപ്പോൾ സക്ഷൻ മെഷീൻ നമുക്കറിയാം പ്രധാനമായിട്ട് എയർവേ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എയർവേയിൽ നിന്ന് മെയിനായിട്ട് മ്യൂക്കസും ബ്ലഡും
എന്ന് പറയുന്നത് സലീവയൊക്കെ ആസ്പിറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സക്ഷൻ മെഷീൻ്റെ ഈ സക്ഷൻ പ്രഷർ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സിൽ ഉള്ള കാര്യങ്ങൾ അല്ലെ ഇതിൻ്റെ എന്താ പാർട്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ ഫിൽട്ടർ ഉണ്ടാവും, പിന്നെ കളക്ഷൻ കണ്ടെയ്നർ ഉണ്ടാവും, ആസ്പിറേഷൻ ട്യൂബിങ്സ് ഉണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്ര ഉള്ള കാര്യം. ഇത് മെയിനായിട്ട് നമുക്കറിയാം റെസ്പിറേറ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ് എയർവേ ക്ലിയറൻസിന് വേണ്ടിയിട്ട് സെക്രീഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സക്ഷൻ മെഷീൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഇമേജ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആംബു ബാഗാണ്. ബാഗ് വാൽവ് മാസ്ക് എന്നാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പേര്. ആംബു എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ് എന്നാണ്. നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനുവൽ റെസിസിറ്റേറ്ററാണ്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കറിയാം CPRൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ആംബു ബാഗ് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് പ്രഷർ വെൻറ്റിലേഷനാണ് ആംബു ബാഗ് വെച്ച് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പൊസിഷൻസ് ബന്ധപ്പെട്ട ഇമേജസ് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സുപ്പൈൻ പൊസിഷനാണ്. നമുക്കറിയാം സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുമ്പം ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ ബാക്ക് ലൈങ് പൊസിഷൻ, ആംസ് രണ്ടും രണ്ട് സൈഡിലായിട്ട് വരും, കൈ രണ്ടും രണ്ട് സൈഡിലായിട്ട് വരും. ഇതിൻ്റെ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ഇതിൻ്റെ കുറച്ച് യൂസസ് അല്ലെങ്കിൽ പ്രാധാന്യം പറയാനാണെങ്കിൽ മെയിനായിട്ട് നമുക്കറിയാം ഇത് ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും പേഷ്യൻ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പറയാനാണെങ്കിൽ ലങ് ബയോപ്സി ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരും. ലങ് ബയോപ്സി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സുപ്പൈൻ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇമേജ് പ്രോൺ പൊസിഷൻ. നമുക്ക് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അബ്ഡോമൻ താഴെ വരത്തക്ക രീതിയിൽ ഹെഡ് ഒരു സൈഡിലോട്ട്, ഈ ഇമേജിൽ അത്ര ക്ലിയർ അല്ല, ഒരു സൈഡിലോട്ട് ഹെഡ് ടേൺ ചെയ്യണം. പിന്നെ കംഫോർട്ടിന് വേണമെങ്കിൽ നമുക്ക് പില്ലോ കൊടുക്കാം. മനസ്സിലാക്കിയ ചുരുക്കി പറഞ്ഞാൽ കമന്ന് കിടക്കുന്നു, തല ഒരു സൈഡിലോട്ട് ചരിച്ച്, അതിനാണ് നമ്മൾ പ്രോൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ അതിൻ്റെ യൂസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് അനസ്തേഷ്യയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊസിഷൻ കൊടുക്കാം. ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോൺ പൊസിഷൻ കൊടുക്കാം. പിന്നെ റീനൽ ബയോപ്സി ചെയ്യുമ്പോൾ നമുക്ക് പ്രോൺ പൊസിഷൻ കൊടുക്കാം. പിന്നെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, എസ്പെഷ്യലി സ്പൈന ബിഫിഡ പോലെയുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിൽ നമ്മൾ പ്രോൺ പൊസിഷനാണ് കൊടുക്കുന്നത്. പിന്നെ സ്പൈനൽ സർജറിക്ക് ശേഷം സ്പൈനൽ കോഡിൻ്റെ സർജറി കഴിഞ്ഞ പേഷ്യൻസിലും ഹെമറോയിഡക്ടമിയൊക്കെ കഴിഞ്ഞ പേഷ്യൻസിലും നമുക്ക് പ്രോൺ പൊസിഷൻ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇമേജ് ഹൈ ഫോളേഴ്സ് പൊസിഷൻ. ഇപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഹൈ ഫോളേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇമേജിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഹെഡ് ഓഫ് ദി ബെഡ് 90 ഡിഗ്രിയിൽ എലിവേറ്റ് ചെയ്യണം. 90 ഡിഗ്രി ഓർത്തിരിക്കുക. ഹൈ ഫോളേഴ്സ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, സെമി ഫോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 45 ഡിഗ്രി വരുമ്പം സെമി ഫോളേഴ്സായി. ലോ ഫോളേഴ്സ് എന്ന് പറയുമ്പം ഒരു 15 to 30 ഡിഗ്രി, 15 തൊട്ട് 30 ഡിഗ്രി വരുമ്പോൾ അത് ലോ ഫോളേഴ്സ് പൊസിഷനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമേജ് കൊടുത്തിരിക്കുന്നത് ഹൈ ഫോളേഴ്സ് പൊസിഷനാണ്. 90 ഡിഗ്രിയിൽ ഹെഡ് ഓഫ് ദി ബെഡ് എലിവേറ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മെയിനായിട്ട് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലാണ് ഹൈ ഫോളേഴ്സ് പൊസിഷൻ ബ്രീത്തിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫോളേഴ്സ് പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ഡയഫ്രം താഴോട്ട് വരും, അത് കാരണം ബ്രീത്തിങ് കുറച്ചുകൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടും. COPD, ആസ്മ പോലെയുള്ള കണ്ടീഷൻസ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസിനും പിന്നെ ചോക്കിങ്ങിൻ്റെ റിസ്ക് ഉള്ളവർക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, നാസോഗ്യാസ്ട്രിക് ട്യൂബ് NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈ ഫോളോസ് പൊസിഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമേജ് ഓർത്തോപ്നിക് പൊസിഷൻ. എങ്ങനെ പൊസിഷൻ ചെയ്തതെന്ന് നമുക്ക് ഡയഗ്രത്തിൽ കാണാം. പേഷ്യൻറ്റിനെ ഇരുത്തിയിട്ട് ഒരു ഓവർ ഹെഡ് ടേബിളൂടെ കൊടുത്തിട്ട് മുന്നോട്ട് ആഞ്ഞിരിക്കാൻ പറയാം. എന്ന് വെച്ചാൽ ലീനിങ് ഫോർവേഡ്, ഒരു പില്ലോ നമ്മൾ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്ന പോലെ ഒരു പില്ലോ കൊടുത്തിട്ട് കംഫോർട്ട് വേണ്ടിയിട്ട് പില്ലോ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പേഷ്യൻറ്റിനെ ഇരുത്തിയിട്ട് മുന്നോട്ട് ആഞ്ഞിരിക്കാൻ പറയുക. അതിന് വേണ്ടിയിട്ട് ഒരു ഓവർ ഹെഡ് ടേബിൾ ഉപയോഗിക്കാം, അതിന് മേലുള്ളൊരു പില്ലോയും ഉപയോഗിക്കാം. മുന്നോട്ട് ലീനിങ് ഫോർവേഡ് ചെയ്തിരിക്കുന്ന പൊസിഷനാണ് ഓർത്തോപ്നിക് പൊസിഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഹൈ ഫോളേഴ്സിനേക്കാളും ഓർത്തോപ്നിക് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ഓർത്തോപ്നിക് പൊസിഷൻ ഉണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ലൈക്ക് ആസ്മ, COPD, ഞാൻ പറഞ്ഞ പോലെ ARDS പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്
ബെസ്റ്റ് പൊസിഷൻ, ഒരു സംശയം വേണ്ട, അത് ഓർത്തോപനിക് പൊസിഷനാണ്. അപ്പം റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് നമുക്ക് കൊടുക്കാം. പിന്നെ തൊറാസെൻറ്റസിസ് ചെയ്യുമ്പം എന്ന് വെച്ചാൽ പ്ലൂറൽ ക്യാവിറ്റിയിൽ നിന്ന് പ്ലൂറൽ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തൊറാസെൻറ്റസിസ്, പ്ലൂറൽ എഫ്യൂഷനിൽ നമ്മൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ പൊസിഷൻ ഉപയോഗിക്കാം. പിന്നെ പെരികാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിൽ ഡിസ്കംഫോർട്ട് മാറ്റാനും പെയിൻ മാറ്റാനും വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നമുക്കറിയാം പെരികാർഡൈറ്റിസിൽ ഇൻഫ്ലെയിംഡ് പെരികാർഡിയം കുറച്ച് മുന്നോട്ടാകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ആ ചെസ്റ്റ് പെരികാർഡിയത്തിൽ നിന്ന് ലൂസ് ആകുമ്പോഴത്തേക്ക് കുറച്ച് റിലീഫ് ഫീലിംഗ് ഉണ്ടാവും, പെയിന്. അപ്പം ആ പെരികാർഡൈറ്റിസിന് നമുക്ക് ഇതൊരു ബെസ്റ്റ് പൊസിഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇമേജ് ട്രെൻലൻബർഗ് പൊസിഷൻ. നമ്മുടെ ഇമേജ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു രീതിയിലായിരിക്കണം പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി ബെഡ് താഴോട്ട് നിൽക്കണം, ലോവർ സൈഡിൽ നിൽക്കണം. ബെഡിൻ്റെ ഫുട്ട് എൻഡ് പൊങ്ങി നിൽക്കണം. ആ രീതിയിൽ പൊസിഷൻ ചെയ്യണം. ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് ഫ്ലെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ തല താഴെ നിൽക്കണം, കാലിൻ്റെ ഭാഗം പൊങ്ങി നിൽക്കണം. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്, ട്രെൻലൻബർഗ് പൊസിഷൻ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷോക്കുള്ള പേഷ്യൻറ്റിനാണ്. ഷോക്ക് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം ഷോക്ക് എന്ന് പറഞ്ഞാൽ പെർഫ്യൂഷൻ കുറയുന്ന അവസ്ഥയാണ് വൈറ്റൽ ഓർഗൻസിലോട്ട്, എസ്പെഷ്യലോട്ട് ബ്രെയിനിലോട്ടൊക്കെ ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടാത്തൊരവസ്ഥയാണ്, ടിഷ്യൂസിലോട്ട് കിട്ടാത്ത അവസ്ഥ നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സെൻസിറ്റീവായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്. സോ അതുകൊണ്ട് തന്നെ ബ്രെയിനിലോട്ട് ബ്ലഡ് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെൻലൻബർഗ് പൊസിഷനാണ് ഷോക്കിൽ മെയിനായിട്ട് കൊടുക്കുന്നത്. ഹൈപ്പോടെൻസീവ് പേഷ്യൻറ്റും അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ്. BP കുറയുന്ന പേഷ്യൻറ്റിന് ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ പൊസിഷൻ കൊടുക്കും. പിന്നെ ഏറ്റവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോഡ് പ്രൊലാപ്സിൽ ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കും. നീ ചെസ്റ്റും കൊടുക്കും, ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കും. ഈ എന്താ പറയുക, ഗ്രാവിറ്റി യൂട്രസിൻ്റെ പ്രഷർ അംബിലിക്കൽ കോഡിൽ നിന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ഓർമ്മ എയർ എംബോളിസം ഉള്ള പേഷ്യൻസിലും നമുക്ക് ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കാറുണ്ട്. തിയററ്റിക്കലിയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം. അടുത്തത് ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് ട്രെൻലൻബർഗ് പൊസിഷൻ. എന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, ട്രെൻലൻബർഗ് പൊസിഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഹെഡ് ഓഫ് ദി ബെഡ് എലിവേറ്റ് ചെയ്ത് നിൽക്കും, ഫുട്ട് എൻഡ് താഴെ നിൽക്കും. എന്ന് വെച്ചാൽ തല പൊന്തി നിൽക്കും, കാല് ഹെഡിനെ അപേക്ഷിച്ചിട്ട് കാല് താഴോട്ടിരിക്കണം. അപ്പം ഇമേജിൽ വളരെ ക്ലിയർ ആണ്. ഈ ഒരു പൊസിഷനാണ് നമ്മൾ റിവേഴ്സ് ട്രെൻലൻബർഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പ്രധാനമായിട്ടും നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GERD ഉള്ള പേഷ്യൻസിൽ നമുക്ക്, എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിൽ സാധാരണയായിട്ട് റിവേഴ്സ് ട്രെൻലൻബർഗ് പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ഇമേജ് നീ ചെസ്റ്റ് പൊസിഷൻ, മറ്റൊരു പേര് ജെനു പെക്ടോറൽ പൊസിഷൻ എന്നും പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ക്വസ്റ്റ്യൻ കിട്ടാം. കാരണം MCQസിലും ചോദിക്കാം ജെനു പെക്ടോറൽ പൊസിഷൻ അല്ലെങ്കിൽ നീ ചെസ്റ്റ് പൊസിഷൻ്റെ മറ്റൊരു പേരെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പൊസിഷൻ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ നീയും ചെസ്റ്റും പ്രധാനമായിട്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എന്താ പറയുന്നത് താഴെ ടച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരും. അബ്ഡോമൻ അൺസപ്പോർട്ടഡ് ആയിരിക്കും, കൈ ഒരു സൈഡിൽ കൂടെ വരും, പക്ഷേ എൽബോ ഭാഗത്ത് ഫ്ലെക്സ് ചെയ്യപ്പെടും. പാർഷ്യലി നമ്മുടെ വെയിറ്റ് ബെയർ ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കയ്യിലോട്ടായിരിക്കും. ഇത് നീ ചെസ്റ്റ് പൊസിഷൻ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ റിവേഴ്സ് ട്രെൻലൻബർഗ് പൊസിഷൻ പോലെ തന്നെ കോഡ് പ്രൊലാപ്സിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സിഗ്മോയിഡോസ്കോപ്പിയിൽ ഈ പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. ലംബാർ ലാമിനെക്ടമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഈ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉള്ള കേസുകളിൽ ചെയ്യുന്ന ലാമിനെക്ടമിക്ക് വേണ്ടിയിട്ടും ഈ പൊസിഷൻ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഇമേജ് കൊടുത്തിരിക്കുന്ന ഒരു സിമ്പലാണ്, പീഡിയാട്രിക്സിൽ നിന്നാണിത്. കൊടുത്തിട്ടുള്ള പോലെ ഇന്ത്യ ന്യൂബോൺ ആക്ഷൻ പ്ലാൻ്റെ സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു പുതിയ ട്രെൻഡാണ്, നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇമേജസ് കിട്ടാം. അതുകൊണ്ട് പുതിയതായിട്ട് വരുന്നതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് പ്ലാൻസിൻ്റെയൊക്കെ എന്തെങ്കിലും ഇമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഇത് ആയിട്ട് ബന്ധപ്പെട്ട 2 പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ, ഇത് ലോഞ്ച് ചെയ്തത് ഈ ഒരു പ്ലാൻ ഇന്ത്യ ന്യൂബോൺ ആക്ഷൻ പ്ലാന് ലോഞ്ച് ചെയ്തത് 2014 സെപ്റ്റംബറിലാണ്. ഇതിൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ന്യൂബോൺ ഡെത്ത്സ്, സ്റ്റിൽ ബർത്ത്, പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ന്യൂബോൺ ബർത്തും ഡെത്ത്സും എൻഡ് ചെയ്യുക എന്നുള്ള ഒരു എയിമാണ് ഇതിനകത്തിൽ വരുന്നത്. 2030 എന്ന് വെച്ചാൽ 2030 കൂടി എൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. മനസ്സിലാക്കുക, പ്രിവെൻറ്റബിൾ ന്യൂബോൺ ഡെത്ത്സും സ്റ്റിൽ ബർത്തും. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ആക്ഷൻ പ്ലാൻ്റെ എയിം എന്ന് പറയുന്നത്. ഈ ഇമേജ് ഒന്ന് നോട്ട് ചെയ്തോണം.
അടുത്തതും ഒരു സിമ്പലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് നടന്ന ഒരു എയിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഒരു പക്ഷേ ചിലപ്പം വീണ്ടും ചോദിച്ചേക്കാം. മിഷൻ ഇന്ദ്രധനുഷിൻ്റെ സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സിമ്പലിൽ താഴെ നോക്കിയാൽ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഗെറ്റ് യുവർ ചൈൽഡ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്നുവെച്ചാൽ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പലാണിത്. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക. ഒരു റെയിൻബോയുടെ എന്നുവെച്ചാൽ 7 കളേഴ്സ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു കണക്ഷനുണ്ട് ഇതുമായിട്ട്. 7 കളേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 7 പ്രധാനപ്പെട്ട വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പറയാനാണെങ്കിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ചൈൽഡ്ഹുഡ് ട്യൂബർക്ലോസിസ്, പോളിയോമൈലൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, മീസിൽസ്. ഇങ്ങനെ 7 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസിനെതിരെ ഇതുവരെ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ എടുക്കാത്ത അല്ലെങ്കിൽ പാർഷ്യലി വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ 7 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസിനെതിരെയുള്ള വാക്സിനേഷൻ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ കവർ ചെയ്യുക. 2020 2020 ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഒട്ടും വാക്സിൻ കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾക്ക് ഇത് കവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 25 ഡിസംബർ 2014 ഈ ഒരു എന്താ പറയുന്നത് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു എന്താ പറയുന്നത് പദ്ധതി ലോഞ്ച് ചെയ്തത്. അടുത്തതും ഒരു സിമ്പിളാണ്. കൊടുത്തിട്ടുള്ള പോലെ ഡോട്ട്സിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നത് നമുക്കറിയാം ട്യൂബർക്ലോസിസുമായിട്ടാണ്. WHO റെക്കമെൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്താ പറയുന്നത് കൺട്രോൾ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. ആദ്യത്തേത് കെലി ഫോർസെപ്സ്. കെലി ഹീമോസ്റ്റാറ്റിക് ഫോർസെപ്സ് എന്നും പറയും. ഹീമോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺട്രോൾ ഹീമോസ്റ്റാസിസ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കെലി ഫോർസെപ്സ് ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പ്രധാനമായിട്ട് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിൽ പറയാനാണെങ്കിൽ ബ്ലഡ് വെസൽസൊക്കെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അതിൻ്റെ ടിപ്പ് നോക്കണം നമ്മൾ. കാരണം എപ്പോഴും നമ്മൾ ഫോർസെപ്സുകൾ ചെറിയ വ്യത്യാസത്തിൽ തെറ്റിപ്പോവും. അതിൻ്റെ ടിപ്പ് നോക്കുക, കുറച്ച് ബ്ലണ്ടഡ് ആയിരിക്കും. ഇത് സ്ട്രെയിറ്റും ഉണ്ട് കർവ്ഡ് ടൈപ്പും ഉണ്ട് കെലി ഫോർസെപ്സ്. സോ ഇതിൻ്റെ യൂസസ് പ്രധാനമായിട്ടും ഒന്ന് ലാർജ് ബ്ലഡ് വെസൽസ് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വലിയ വലിയ ടിഷ്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സോഫ്റ്റ് ടിഷ്യൂസിനെ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണയായിട്ട് കെലി ഫോർസെപ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒരു സർജിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ആലീസ് ഫോർസെപ്സ്. അപ്പോൾ അതിൻ്റെ ടിപ്പ് ശ്രദ്ധിക്കണം. കുറച്ച് എന്താ പറയുന്നത് ഷാർപ്പ് ടീത്താണ് അതിൻ്റെ ടിപ്പിൽ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ടിഷ്യൂസൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഹെവി ആയിട്ടുള്ള ടിഷ്യൂസ് മാത്രമല്ല സോഫ്റ്റ് ടിഷ്യൂസ് ലൈക്ക് ബ്രസ്റ്റ് ടിഷ്യൂവും ബവൽ ടിഷ്യൂ ഒക്കെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താ പറയുന്നത് സർജറി സമയത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആലീസ് ഫോർസെപ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇമേജ് സ്പെക്കുലം. സ്പെക്കുലം നമ്മൾ ഈ ഇമേജിൽ കാണുന്ന സ്പെക്കുലം നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ബോഡി ഓറിഫൈസസ് എക്സാമിൻ ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാനും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. ഹോളോ ഓർഗൻസ് എന്നും പറയാം. ബോഡി ഓറിഫൈസസ് എന്ന് പറയും ബോഡി ഓപ്പണിങ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമൺ യൂസ് എന്ന് പറയാൻ പറ്റുന്നത് വജൈനൽ സ്പെക്കുലം എന്നും പറയും. അതുകൊണ്ട് മെയിനായിട്ട് വജൈനൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് സ്പെക്കുലം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമേജ് കോച്ചർ ഫോർസെപ്സ്. കോച്ചർ ഫോർസെപ്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ബ്ലഡ് വെസൽസൊക്കെ. പിന്നെ ഡിസെക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രാസ്പിങ്ങിനും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ടിഷ്യൂസ് ഹെവി ടിഷ്യൂസൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസെക്ഷന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ കോച്ചർ ഫോർസെപ്സ് സർജിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്ട്രിക്സിൽ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻസ് എന്ന് പറയും അല്ലേ. നമ്മൾ ഓഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഫീറ്റൽ മെംബ്രെയിൻസ് റപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും കോച്ചർ ഫോർസെപ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇമേജ് ഡോയൻ റിട്രാക്ടറാണ്. ഡോയൻ റിട്രാക്ടർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അബ്ഡോമിനൽ സർജറി എന്ന് വെച്ചാൽ ലാപ്പറോട്ടമീസിലും പെൽവിക് സർജറീസിലും മെയിനായിട്ട് പെൽവിക് സർജറീസിലൊക്കെയാണ് ഡോയൻ റിട്രാക്ടർ ഉപയോഗിക്കുന്നത്.
എന്ന് വെച്ചാൽ എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി, സിസേറിയൻ സെക്ഷൻ പോലെയുള്ള സർജറീസിലൊക്കെ ഡോ ആൻഡ് റിട്രാക്ടർ ഉപയോഗിക്കും. ഇതിൻ്റെ യൂസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സോഫ്റ്റ് ടിഷ്യൂസ് പുൾ ബാക്ക് ചെയ്യാനും സർജറി സമയത്ത് സർജിക്കൽ ഫീൽഡ് വൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഡോ ആൻഡ് റിട്രാക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഇമേജസ് കൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇതിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.